US കരാറിന് തൊട്ടടുത്തെത്തി എന്നാണ് ഇറാന്റെ സ്ഥിരീകരണം ഒക്കെ വന്നിരിക്കുന്നത്. മുമ്പൊരിക്കലും ഇത്രയധികം അടുത്തെത്തിയിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത് ഒരു ശുഭസൂചനയായി ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. ആ തർക്കം, ആ പ്രശ്നം അവസാനിക്കാൻ, ലോകരാജ്യങ്ങളെയെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയ പശ്ചിമേഷ്യൻ പ്രശ്നം അവസാനിക്കാൻ ഇതൊരു കാരണമാകും എന്നുള്ള ആത്മവിശ്വാസം ലോകരാജ്യങ്ങൾക്കുണ്ടാകും. അതേസമയം കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഇറാൻ പറയുമ്പോഴും ഇറാൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിലൊന്ന്, ഇറാന്റെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചുവെച്ച സ്വത്തുവകകൾ വിട്ടു നൽകാൻ ഈ കരാറിൽ ധാരണയുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ പൂർണ്ണമായും അത്തരമൊരു കാര്യം പുറത്തു വന്നതുകൂടി ട്രംപിനെ അത് ചൊടിപ്പിച്ചിരിക്കുകയാണ്. ട്രംപും JD വാൻസും മറ്റും ഇതിനെതിരെ രംഗത്ത് വരികയാണ്. അത്തരമൊരു ധാരണ പോലും ആ കരാറിലില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനെ ഇറാൻ എങ്ങനെ കാണും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാന്റെ മാധ്യമങ്ങൾ വന്ന വിവരങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ട്രംപ് സംസാരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ലിഖിതമായി അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ട്രംപ് പറയുന്നു. ഇപ്പോഴും തർക്കങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒത്തുതീർപ്പിലേക്ക് ഉടൻ തന്നെ എത്തിയേക്കുമെന്ന സൂചനകൾ, പ്രതീക്ഷകളാണ് പങ്കുവെക്കപ്പെടുന്നത്. പക്ഷേ നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിൽ പലപ്പോഴും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ പിന്നീട് ഇല്ലാതാകുന്ന പശ്ചാത്തലമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ JD വാൻസും ട്രംപും മറ്റും രംഗത്ത് വന്ന പശ്ചാത്തലമുള്ളത്. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇസ്ലാമാബാദ് ധാരണാപത്രമെന്നാണ് ഇറാൻ US കരാറിനെ അബ്ബാസ് അരാഗ്ചിയും മറ്റും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്നും നാളെ ഒരുപക്ഷെ കരാർ ഒപ്പിട്ടേക്കാമെന്നും ഒക്കെയാണ് സൂചനകൾ. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇപ്പോഴും തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തുടരുകയല്ലേ? രഞ്ജിത്ത്, മാസങ്ങൾ നീണ്ട ഇറാൻ അമേരിക്ക സംഘർഷത്തിന് അവസാനമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എങ്കിലും ഇപ്പോഴും അത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രതികരണം എന്നത് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക പോയിരുന്നില്ല. അത് ഗൾഫ് രാജ്യങ്ങളുടെയും ഒപ്പം പാകിസ്ഥാന്റെയും ഇടപെടൽ കൊണ്ടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരികയും ചെയ്തത്. അതുമാത്രവുമല്ല, ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പരസ്പര ധാരണയിലേക്ക് എത്തുകയാണ് എന്നും അങ്ങനെ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 60 ദിവസം കൊണ്ട് ഈ കരാറിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി സമാധാനം പുനഃസ്ഥാപിക്കും എന്നത് സംബന്ധിച്ച ധാരണയിലേക്കാണ് എത്തിയത് എന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നൽകിയ ഒരു പ്രതികരണമായിരുന്നു. ഇസ്ലാമാബാദ് ടോക്സിൽ ഏറ്റവും, അതായത് ഇതുവരെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടന്നതിനേക്കാൾ ഏറ്റവും ആശാവഹമായ തരത്തിലുള്ള ചർച്ചകൾ ആണ് നടന്നത് എന്നും അങ്ങനെ യുദ്ധം അവസാനിക്കാനുള്ള വഴി തെളിയുന്നു എന്നതുമായിരുന്നു അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണമായി വന്നത്. എന്നാൽ ഈ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വാർത്തകളെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും തള്ളിക്കളയുന്നു എന്നത് മാത്രവുമല്ല, ഇറാനിലുള്ള വിശ്വാസം തങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇറാൻ പറയുന്നത് പോലെ ഒരു 14 ഇന ഉടമ്പടിയിലേക്ക് തങ്ങൾ പോയിട്ടില്ല എന്നതാണ്. ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിലക്കുകളും ഇല്ലാതെ ആക്കും. അങ്ങനെ സ്വതന്ത്രമാക്കുന്നതിനോട് ഒപ്പം തന്നെ ഇറാന് നൽകാനുള്ള കോടിക്കണക്കിന് ഡോളർ തുക അത് നൽകുകയും ചെയ്യും. ഈ സമാധാന ഉടമ്പടിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ആദ്യ ഗഡു ഏതാണ്ട് പകുതി തുക അമേരിക്കയ്ക്ക് നൽകും എന്ന വിവരം ആണ് ഇറാൻ പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ ഇറാനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇറാൻ 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം, എങ്കിൽ മാത്രമാണ് ആണവ ഭീഷണി ഒഴിയുകയുള്ളൂ എന്നതാണ്. 10 വർഷത്തേക്ക് എന്ന ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. ഒപ്പം ഹിസ്ബുള്ളയെ ഒരു കാരണവശാലും, തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയെ ഒരു കാരണവശാലും സഹായിക്കരുത്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ആണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നും ഇതിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നുമാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അമേരിക്ക എന്നത് മാത്രവുമല്ല, എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അന്തിമമായി എത്താത്ത ഒരു ധാരണയെ സംബന്ധിച്ച വിവരങ്ങൾ ഇറാൻ ഭരണകൂടം മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ചോർത്തി നൽകുന്നത് എന്ന ചോദ്യം ആണ് അമേരിക്ക ഉയർത്തുന്നത്. അതുമാത്രവുമല്ല, ഇതെല്ലാം പച്ചക്കള്ളം എന്ന് അമേരിക്ക പറയുകയാണ്. ഇത്തരത്തിൽ, അതായത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം തങ്ങൾ ഇറാന് ചെയ്യുമെന്ന് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുന്നത്. അതിനെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം JD വാൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ഒപ്പം അമേരിക്ക
അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. ഇറാന്റെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുക, ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കുക, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് പൂർണ്ണമായും ആണവ പദ്ധതി അവസാനിപ്പിച്ചാൽ മാത്രം പണം അനുവദിക്കും. ഹോർമോസ് കടലിടുക്ക് ഗതാഗതം, അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ പോലും ഇറാന് ചുങ്കം നൽകിയോ ഇറാന്റെ നിയന്ത്രണത്തിലോ ഉള്ളതാണ് ഇറാന്റെ അവകാശവാദം. അങ്ങനെയല്ല. നമുക്കറിയാം അഭിലാഷ്, പാകിസ്ഥാനാണ് ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു ഈ കരട് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം വ്യക്തമാക്കുന്നത്. അടുത്ത ഘട്ടം എന്താണെന്ന് ഉടൻ തീരുമാനിക്കുമെന്നും പറയുന്നുണ്ട്. ഇതോടെ 3 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയും മറ്റുമുണ്ട്. അപ്പോൾ അബ്ബാസ് അരക്ജിയും ഇതുവരെ സമ്മതിക്കുന്നുണ്ട്. ഈ പുതിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ട്രംപ് ആയിരുന്നു സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറാൻ പ്രതികരിക്കാതിരുന്നെങ്കിൽ ഇത്തവണ ഇറാന്റെ ഭാഗത്തു നിന്നും കരാർ അന്ത്യമാകുന്നു എന്നുള്ള പ്രതികരണം അത് പോസിറ്റീവാണ്. പക്ഷെ അപ്പോഴും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഇറാന്റെ ചില നടപടികൾക്കെതിരെ അല്ലേ ഇപ്പോൾ അമേരിക്ക രംഗത്ത് വരികയും കരാർ ഇത്തരം വ്യവസ്ഥകളില്ല എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത് ഇറാൻ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. രഞ്ജിത്ത്, തീർച്ചയായും നമ്മൾ ഈ യുദ്ധം ഫെബ്രുവരി 28 ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്നുവരെയുള്ള ഇതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ പലപ്പോഴായി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, അതായത് ഗൾഫ് രാജ്യങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത്. പിന്നീട് പാകിസ്ഥാൻ തന്നെയാണ് ഈ ചർച്ചകൾക്ക് ഇടനില എന്നത്. അതിന് കാരണം ഇറാനെ പോലെയുള്ള ഒരു രാജ്യമാണ് മറുഭാഗത്ത്. അതുകൊണ്ട് തന്നെ മറ്റു ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് അധികം താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ്. അപ്പോഴും എടുത്തു പറയേണ്ടത്, ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായി ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രവുമല്ല, നിരന്തരമായി അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. അതായത് സമാധാന ധാരണകളിലേക്ക് പോകുന്നുവെന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുമുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഇതിൻ്റെ ഒരു അന്തിമ സമാധാന കരാറിലേക്ക് എത്തുക എന്നത് ഉറപ്പില്ല എങ്കിൽ പോലും സമാധാന ചർച്ചകൾക്ക് ഇറാൻ ഇപ്പോൾ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ എത്രത്തോളം വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകും? ഇവിടെ ഇപ്പോൾ ഈ ഉടമ്പടിയുടെ വിശദാംശങ്ങൾ അമേരിക്ക പങ്കുവച്ചത് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുക, അവിടെ ഏതെങ്കിലും തരത്തിൽ ഇറാന് നിയന്ത്രണം ഉണ്ടാവുകയില്ല, ഭീകര സംഘടനകൾക്കുള്ള ഫണ്ടിംഗ് പൂർണ്ണമായും ഇറാൻ അവസാനിപ്പിക്കണം. അതാണ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് ഒരു കാരണവശാലും സഹായം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ആണവ പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ രഞ്ജിത്ത്. അതായത് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ഇറാനുമേൽ അമേരിക്ക ആക്രമണം ആരംഭിച്ചത്, ഇസ്രായേലും ആക്രമണം ആരംഭിച്ചത്. അപ്പോൾ ഇറാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് 20 വർഷത്തേക്ക് ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. ഞങ്ങൾ 10 വർഷത്തേക്ക് അത് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയിലേക്കും എത്തിയിട്ടുണ്ട്. ഒപ്പം ഏതാണ്ട് $24,000 കോടി തുക ആണ് ഇപ്പോൾ അമേരിക്ക പിടിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൽ $12,000 കോടി രൂപ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക വിട്ടു നൽകും. ഇത്തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ ആയിരുന്നു ഇറാൻ പുറത്തു വിട്ടുകൊണ്ടിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ അത് അമേരിക്ക തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ പോലും ഇറാൻ ഈ ഘട്ടത്തിൽ എന്തായാലും സമാധാന ഉടമ്പടിക്ക് താല്പര്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും അമേരിക്ക ഒരു ആക്രമണത്തിന് തയ്യാറാകില്ല. പക്ഷേ അപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഒന്ന് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അമേരിക്കയെയും അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഭാഗത്ത് സമാധാന ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് അവർ ആയുധങ്ങളുമായി കാത്തിരിക്കുന്നു എന്നതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുകൂടിയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമാധാനം ഒരു ഭാഗത്ത് പുലർന്നു എന്ന് പറയുമ്പോഴും ട്രംപിൻ്റെ തനി സ്വഭാവം, പ്രത്യേകിച്ച് അമേരിക്കയുടെ തനി സ്വഭാവം അവർ എടുക്കുന്നുണ്ട്. ഇറാന്റെ പല കാര്യങ്ങളും വിട്ടു നൽകില്ല എന്നും മറ്റും പറയുന്നു. സമ്പത്തടക്കമുള്ള കാര്യങ്ങൾ തർക്കം തുടരുന്നു.